ഹായ് സുഹൃത്തുക്കളെ, ഒലിവോസ് ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൈമ അരിയും കൊണ്ടുള്ളൊരു പായസമാണേ. കൈമ അരി പായസം. അത് നമ്മൾ നിങ്ങൾ കണ്ട ലോങ് റൈസ് അല്ല, ബസ്മതി റൈസ് എന്ന് പറഞ്ഞാൽ അതല്ല കേട്ടോ. ഇത് നമ്മൾ ചെറിയ അരി ഉണ്ടല്ലോ, ബിരിയാണി കൈമ എന്നൊക്കെ പറയും, കൈമ റൈസ്. അതും വെച്ചാണ് നമ്മളിന്ന് പായസം ഉണ്ടാക്കുന്നത്. ഇത് കണ്ട ഇതാണ് റൈസ്. അപ്പം നമ്മളിത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകണം കേട്ടോ. ഇതിന് ഒരു ചെറിയൊരു പശയുണ്ടാവും. അതെല്ലാ ബിരിയാണി റൈസിനും ഉണ്ട് പശ. നമ്മൾ 4-5 തവണ നന്നായിട്ട് കഴുകണം. നന്നായിട്ട് ഞെരടി കഴുകി നമ്മൾ ഏത് പാത്രമാണോ പായസം ഉണ്ടാക്കുന്ന ആ പാത്രം നടുപ്പിൽ വെച്ച് വെള്ളം തിളപ്പിക്കണം ആദ്യം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വെച്ച റൈസ് അതിലേക്ക് ഇട്ട് തിളച്ചതിന് ശേഷം ഇട്ട് ആ അരി വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം അടിയിലൊക്കെ പിടിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. നമ്മുടെ അട എടുത്തില്ല, അട പിടിക്കുന്ന പോലെ പിടിക്കത്തില്ല, എങ്കിലും ഇതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മൾ ശർക്കരപ്പാനി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇത് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ. ഈ ശർക്കരപ്പാനി അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഇതിങ്ങനെ വേഗം തോറും ഇതിങ്ങനെ നന്നായിട്ട് തിക്കായിക്കൊണ്ടിരിക്കും ഈ ചോറ്. ഒരുപാട് വെന്ത് പോകരുത്. ഒരുപാട് വെന്ത് പോയാൽ അത് എന്താ പറയുന്നത്, അത്ര നമുക്കത് ഇച്ചിരി ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുന്ന ഒരു പരുവത്തിനുള്ള വേവായി. നമ്മൾ ഏലക്ക ചതച്ചിട്ടുണ്ട്, ഏലക്ക ഇടുക. ഇപ്പം നമ്മൾ ഏലക്കയാണ് ഇട്ടത്. ഏലക്ക ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി കൊടുത്ത് അടി പിടിക്കാത്ത രീതിയിൽ ഇളക്കി സാവധാനം ഇളക്കി നോക്കണം. അതിൻ്റെ വേവൊക്കെ ചെക്ക് ചെയ്യുന്നിട്ട് നമുക്ക് ചുക്ക് പൊടി അറിയാമല്ലോ, ചുക്ക് പൊടി ചേർക്കുക. ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന ചുക്ക് പൊടിയാണ്. ചുക്ക് പൊടി ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, മിൽക്ക് മെയ്ഡ് ചേർക്കാം. നമ്മളിവിടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തില്ല. മിൽക്ക് മെയ്ഡ് ചേർത്താൽ അതും നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇതിന് തേങ്ങാപ്പാലാണ് ഇതിൻ്റെ മെയിൻ സാധനങ്ങൾ. തേങ്ങാപ്പാൽ, കുറച്ച് നെയ്യ് കുറച്ച് ചേർക്കുക. ആവശ്യത്തിന് ചേർത്താൽ മതി നെയ്യ് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരെ ഇതുപോലെ മനസ്സ് പോലെ ചേർത്താൽ മതി നെയ്യൊക്കെ. ഇതാണ് തേങ്ങാപ്പാൽ നമ്മൾ ഒന്നാം പാൽ എടുത്തു, രണ്ടാം പാൽ നമ്മളിവിടെ എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ വീട്ടിലേക്കുള്ള ആവശ്യത്തിനില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് ഞെരുവി അത് തന്നെ ശകലം വെള്ളം ചേർത്തിട്ട് അതിനെ അങ്ങ് പിഴിഞ്ഞ് ഒന്നാം പാൽ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ വലുതായിട്ട് അരിയോ ചെറുതായിട്ട് അരിയോ ചെയ്യാം. നമ്മളിവിടെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് ഇട്ട് അതിന് ശേഷം അണ്ടിപ്പരിപ്പ് അതും ഇട്ട് നമ്മൾ നന്നായിട്ട് പിന്നീട് ഉണക്കമുന്തിരി, പിന്നെ നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. അത് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും, കഴിക്കാനൊക്കെ നല്ലതാണ്. അതും ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കിന് അതിനെ ഇങ്ങനെ നമുക്ക് എടുത്ത് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കണം കേട്ടോ. ഒരുപാട് കരിഞ്ഞ പോലെ ഉണക്കമുന്തിരി കരിഞ്ഞ ഒരു കയ്പുണ്ടാകും. പിന്നെ അത് നമ്മളങ്ങനെ ഒത്തിരി കരിഞ്ഞു പോകാൻ സമ്മതിക്കരുത്. അതിനെ ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്തൊക്കെ ഇതിങ്ങനെ നല്ല തിക്കായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി നമുക്ക് നെയ്യ് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ചേർക്കാം. പിന്നെ നിങ്ങളുടെ അതൊരു അറിയാമല്ലോ തിക്ക്, അതനുസരിച്ച് അത് പരുവം കണ്ടോ. അതിലേക്ക് നമുക്കത് കുടിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ്സിലേക്ക് പകരുക. എന്നിട്ട് നിങ്ങളതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇത് കണ്ടോ, ഇതാണ് ആ പായസം, കൈമരി പായസം. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത പായസമാണ്. നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം ഒരു തവണയെങ്കിലും. ഇത് മസ്റ്റ് ട്രൈ. ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞ അടിപൊളി.